ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികൾ ഹമാസിൻ്റെ തടവറയിൽ നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പീഡനമുറകൾ. മാനസികമായും ശാരീരികമായും ഇവരെ നിരന്തരം തീവ്രവാദികൾ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈയിടെ ഇസ്രായേൽ സൈന്യം ഹമാസ് തടവിൽ നിന്ന് മോചിപ്പിച്ച ബന്ദിയായ ആന്ദ്രേ കൊസ്ലോവ് CNN നൽകിയ അഭിമുഖത്തിലാണ് താൻ തടവറയിൽ നേരിട്ട അതിക്രൂരമായ അനുഭവങ്ങളെക്കുറിച്ച് തുറന്ന് പറഞ്ഞത്. കൊസ്ലോവിനെ സംഗീത പരിപാടി നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് അന്ന് ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് തന്നെ കയറുകൊണ്ട് കയ്യും കാലും ബന്ധിച്ച് അവരുടെ തടവിലിട്ടിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. പിന്നീട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ചങ്ങലയ്ക്കിടുകയായിരുന്നു. കണ്ണ് കെട്ടിയാണ് പല സ്ഥലങ്ങളിലേക്കും തങ്ങളെ കൊണ്ടുപോയത്. പലപ്പോഴും നേരെ ഭക്ഷണം പോലും നൽകുന്നില്ലായിരുന്നു എന്ന്, പല ദിവസങ്ങളിലും അടുത്ത ദിവസം തങ്ങളെ കൊല്ലും എന്ന് കാവൽ നിന്നിരുന്ന തീവ്രവാദികൾ വന്ന് ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നുമാണ് കൊസ്ലോവ് പറയുന്നത്. ഇത് ബന്ദികളെ മാനസികമായി അങ്ങേറ്റം തളർത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. അടുത്ത ദിവസം തങ്ങളെ കൊല്ലും എന്ന് അവിടുത്തെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തന്നെ വന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കും എന്ന് ഇവർ കരുതുകയും അങ്ങനെ അവരുടെ മനോബലം ചോർന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അന്ന് അവിടെ ഹമാസ് തീവ്രവാദികൾ സൃഷ്ടിച്ചത്. മാത്രമല്ല, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഈ ബന്ദികളോട് ഹമാസ് പ്രവർത്തകർ പല ദിവസങ്ങളിലും പറയുമായിരുന്നത് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൊല്ലപ്പെടണമെന്നാണ്. കാരണം അത്രയും ബാധ്യത കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് ഇസ്രായേൽ കരുതുന്നുവെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങൾ വധിച്ചാൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുമാണ് തീവ്രവാദികൾ പലപ്പോഴും ഈ ബന്ദികളോട് പറയാറുണ്ടായിരുന്നത്. ഗാസയിലെ ഇവരുടെ തടവറയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം മോചിപ്പിക്കാൻ എത്തിയപ്പോൾ പോലും ഇത് തങ്ങളെ കൊല്ലാനെത്തിയവരാണ് എന്ന് ഈ ബന്ദികൾ പലരും കരുതിയത് എന്നാണ് കൊസ്ലോവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ തങ്ങളെ ഇവർ അതിഭീകരമായി മർദ്ദിക്കുമായിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രവുമല്ല, തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ബന്ദികളെ ഇവർ അതിക്രൂരമായി കൈകാര്യം ചെയ്യുന്നതിന് പലപ്പോഴും താൻ ദൃക്സാക്ഷി ആയിരുന്നുവെന്നും അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു പറയാൻ പോലും തനിക്ക് കഴിയില്ല എന്നുമാണ് കൊസ്ലോവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിഭീകരമായ രീതിയിൽ തന്നെയാണ്, മനുഷ്യരാണ് എന്നുള്ള പ്രാഥമിക പരിഗണന പോലും നൽകാതെയാണ് ഹമാസ് തീവ്രവാദികൾ തങ്ങളോട് പെരുമാറിയത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. മാത്രവുമല്ല, എപ്പോഴും അവരുടെ കൈവശമുള്ള യന്ത്രത്തോക്കിൽ നിന്ന് തങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ തീവ്രവാദികൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. നിങ്ങളെ കൊന്നാൽ ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമാണ് ഹമാസ് സംഘടന തന്നിട്ടുള്ളത് എന്ന് തങ്ങളുടെ മുറിക്ക് കാവൽ നിൽക്കുന്ന ആളുകൾ പറയുമായിരുന്നു എന്നും കൊസ്ലോവ് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ മനുഷ്യനെ ശാരീരികമായി മാത്രമല്ല മാനസികമായി എത്രമാത്രം പീഡിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സ്ത്രീകളൊക്കെ തന്നെ ഈ തടവറകളിൽ അതിക്രൂരമായ ലൈംഗിക പീഡനവും നേരിട്ടു എന്ന് നേരത്തെ കഴിഞ്ഞ നവംബറിൽ അവർ പുറത്തുവിട്ട ചില സ്ത്രീകൾ വെളിപ്പെടുത്തിയിരുന്നു. പല ബന്ദികളും ഇതിനോടകം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും ഇവരുടെ മൃതദേഹങ്ങൾ പോലും ഇവർ എവിടെയാണ് സംസ്കരിച്ചതെന്ന് അറിയില്ല എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം. ഹമാസ് തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് തങ്ങളുടെ കൈവശമുള്ള ബന്ദികളിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തങ്ങൾക്ക് തന്നെ പറയാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ലോകപ്രശസ്ത മാധ്യമമായ CNN ഈ കൊസ്ലോവിൻ്റെ അഭിമുഖം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പലപ്പോഴും അദ്ദേഹം സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടി എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. കാരണം അത്രമാത്രം ക്രൂരമായ ഓർമ്മകളാണ് ഈ തടവറയിൽ തനിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് കൊസ്ലോവ് പറയുന്നത്. നിരന്തരമായ മർദ്ദനം, മാനസിക പീഡനം, ഭക്ഷണം കൊടുക്കാതിരിക്കൽ, നാളെ നിങ്ങളെ വധിക്കും എന്നുള്ള ഭീഷണി, ഇതൊക്കെ തന്നെ തങ്ങളെ ഏറെ തളർത്തിയിരുന്നുവെന്നും തൻ്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് പല ബന്ദികൾക്കും എന്ത് സംഭവിച്ചു എന്ന് തനിക്കിപ്പോഴും അറിയില്ല എന്നുമാണ് കൊസ്ലോവ് CNN ലേഖകനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്.